ഹായ് ഹലോ. ഇന്ന് രാവിലെ എണീറ്റ് കേട്ടോ. എവിടെയെങ്കിലും പോകാനുള്ള ദിവസം ആരും വിളിക്കാതെ തന്നെ രാവിലെ എവിടെ പോയാലും പോകുന്നതിന് 5 മിനിറ്റ് മുന്നേ ഞാൻ റെഡിയാവാൻ നിൽക്കാറുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, കുറെ സമയമുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രസ്സെങ്കിലും ഇട്ട് നോക്കും. എന്നാലും എനിക്ക് മതിയാവില്ല. ഇതാകുമ്പോ പെട്ടെന്ന് അങ്ങ് റെഡിയായി പൊക്കോളൂല്ലോ. ഇത് അഖിലയുടെ വീട്ടിൽ പോയി അഖിലേനെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അഖിലയാണെങ്കിലും അതേ കഴുത്തിൽ ഹാർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ കുറച്ചു നേരം നിന്നപ്പോ നമ്മുടെ ട്രെയിനോട്ട് പോണേന്ന് പറഞ്ഞില്ലല്ലോ, ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. കുറെ നാളായി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ നടക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, പ്ലാനിങ് കൂടുന്നതുകൊണ്ടാണ്. ഇതായപ്പോ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് ബസ്സിലൊക്കെ കയറി പോകുന്നത്. അങ്ങനെ ആലപ്പുഴ ജെട്ടി എത്തി. പിന്നെ കുറെ നേരം ബോട്ടിനായിട്ടുള്ള തെരച്ചിലായിരുന്നു. ഒരുപാട് ബോട്ട് ഉണ്ടെങ്കിലും അവർ ഒരുപാട് റേറ്റ് അങ്ങ് കൂട്ടി പറയും. പിന്നെ കുറെ ബാർഗെയിൻ ചെയ്ത് അവരങ്ങ് കുറച്ച് തന്നു കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത ഷിക്കാര ബോട്ടിന് ഒരു 3000 വരെ പറഞ്ഞെങ്കിലും നമ്മൾ ഏകദേശം ഒരു 2000 ഈ സംസാരം കേട്ടിട്ട് സ്നേഹമാണെന്നും പറഞ്ഞൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട, വഴക്കിടുവാണ്. കാരണം വേറൊന്നുമല്ല, ഹൗസ് ബോട്ടിൽ കയറ്റാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ വിചാരിച്ച ഹൗസ് ബോട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ. അയാൾ വിചാരിച്ചത് വലിയ ബോട്ടായി പോയി. അതിപ്പോ എന്നെ കുറ്റം പറയാൻ പറ്റില്ല. ബോട്ട് ഏതായാലും എന്താ, നമ്മൾ വൈബുള്ളവർ എവിടെ പോയാലും അവിടെ വൈബാന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ട് കാണുന്നത്. പിന്നെ ആ ചേട്ടനെ വിളിച്ചു വരുത്തി. പിന്നെ അതിൽ കേറിയതേ ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. ചേട്ടനൊരു ഒന്നൊന്നര ഡ്രൈവറായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ആ ഒരു 10-15 മിനിറ്റ് ജീവൻ കൈ പിടിച്ചായിരുന്നു അതിനകത്തിരുന്നേ. പിന്നെന്തിനാ കയറിയെന്നൊക്കെ ചോദിച്ചാലും ഒരു രസം. തിരിച്ചു വന്നപ്പോൾ ആകെ നനഞ്ഞു കുളിച്ചാണ് വന്നത്. പിന്നെ ചേട്ടന് ടാറ്റയൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ വിട്ടത്. അടിപൊളിയായിരുന്നു, മറക്കാൻ പറ്റത്തില്ല. ഇത് ഈ പുള്ളിയാണ് നമ്മുടെ ഷിക്കാര ബോട്ടിന്റെ ഡ്രൈവർ. പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഇന്ന സ്ഥലം എത്തുമ്പോൾ ഇതാണ് ആ സ്ഥലം, അതാണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ നമ്മൾ 3 മണിക്കൂറത്തേക്കാണ് ഈ ബോട്ട് എടുത്തത്. 3 മണിക്കൂർ പെട്ടെന്ന് പോയി. പിന്നെ എല്ലാവരും ഈ വെള്ളത്തിന്റെ അറ്റത്തൊക്കെ പോയിരുന്നു ഫോട്ടോ എടുത്തു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ ഈ ബോട്ട് എനിക്കൊന്ന് ഓടിക്കണമെന്ന് പറഞ്ഞപ്പം പുള്ളി ബോട്ട് സൈഡിലാക്കിയിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. പിന്നെ നിർത്തിയിട്ട് ബോട്ടിൽ കയറിയത് ഷോ ഇറക്കി. പിന്നെ ആലപ്പുഴ വരെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ട്രൈ ചെയ്യാണ്ട് എങ്ങനെയാണ് പോരണ്ടേ. പിന്നെ അപ്പവും കപ്പയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരു ഊണ് കഴിച്ചു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നല്ലൊരു മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് ഏകദേശം നമുക്ക് തിരിച്ചു പോരാനുള്ള ട്രെയിനിന്റെ സമയമായി. പിന്നെ അങ്ങനെ ഓടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ആലപ്പുഴയ്ക്കൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.